ഹായ് ഓൾ. കുറച്ച് ദിവസമായില്ലേ ഫേസ്ബുക്കിൽ കണ്ടിട്ട്. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ വരാൻ കാരണം കുറച്ച് വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറുനാടനിലെ ഷാജൻ സക്കറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ വിസയും അതിന്റെ ഏജന്റിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, അറസ്റ്റ് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്കൊരു ജിജ്ഞാസ തോന്നി, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. കാര്യം എന്റെ ഒന്ന് രണ്ട് ഫിലിമിലെ സുഹൃത്തുക്കൾ എന്നെ ചോദിച്ചു ഗോൾഡൻ വിസ എങ്ങനെ കിട്ടാമെന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഇത്ര ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല, കാരണം അത് ഞാൻ പിന്നീട് പറയാം എന്താണെന്നുള്ളത്. അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ. അപ്പൊ ഷാജൻ സക്കറി പറഞ്ഞ പോലെ അതിൽ കുറച്ച് സത്യാവസ്ഥകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഗോൾഡൻ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത്, ഏകദേശം 1 മില്യൺ ദിറംസ് ബാങ്ക് ഡിപ്പോസിറ്റ് കാണിക്കണം. അതായത് ഇന്ത്യൻ മണി 2.5 കോടിയോളം വരും. അപ്പൊ അത് കാണിച്ചാൽ മാത്രമേ, ഡിപ്പോസിറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. പിന്നെ ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. യു ഹാവ് ടു ബി ആൻ ആർട്ടിസ്റ്റ്. അപ്പം ഏതൊക്കെ തരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം കണ്ടിട്ടാണ് നമുക്ക് ഈ ഗോൾഡൻ വിസ അവർ അവാർഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഡിപ്പോസിറ്റ് അവിടെ ഉണ്ടാവണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവര് 2.5 കോടി ഡിപ്പോസിറ്റ് കാണിച്ചില്ലെങ്കിൽ വന്നിറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോൾ ഈ ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ട്. പിന്നെ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചു എങ്ങനെ ഗോൾഡൻ വിസ കിട്ടും എന്നുള്ളത്. എന്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഊന്നി പറയാൻ കാരണം എന്തെന്നാല്, ഈ പറയുന്ന ഗോൾഡൻ വിസ വരട്ടെ, അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഞാൻ. അത് നിങ്ങളിപ്പോൾ കാണുന്ന പലർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സിനിമ എടുത്തതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഈ സിനിമ ഞാൻ ചെയ്യുന്നതിന് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് അബുദാബി ഗവൺമെന്റാണ്. കാരണം എനിക്ക് 16 ദിവസത്തെ ഷൂട്ട് ഇവിടെ ചെയ്യണം അബുദാബിയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലാണ് കേട്ടോ, അത് മറക്കണ്ട, ഞാൻ എടുത്തു പറയാനുള്ള കാര്യം. അബുദാബിയിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്ത് അപ്രൂവൽ മേടിക്കണം. അപ്പോൾ ഈ സ്ക്രിപ്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ തിരുത്തിക്കൊണ്ട് മാത്രം, അത് നമുക്ക് മെയിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ വരും. ഇപ്പം ഷെയ്ഖിന്റെ പേര് കറക്റ്റ് ആയിരിക്കണം, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത്, പിന്നെ നമ്മൾ എടുക്കുന്ന ലൊക്കേഷനിൽ വളരെ കുറച്ച് ആർഭാടമായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമുക്ക് മെയിൽ അയക്കും. പിന്നെ തിരുത്തല് വാക്കുകളിൽ, ഡയലോഗ്സില് നമ്മൾ മോശമായ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയുന്നുണ്ട്, കുഞ്ഞിനെ അച്ഛൻ വഴക്ക് പറയുന്ന ഡയലോഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ചുണ്ട്. നമുക്ക് ഷൗട്ടിങ് ആവാം, പക്ഷെ മോശമായ ഒരു വാദം പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ. ഫസ്റ്റ് ഇപ്പൊ മലയാളത്തിലാണ് നമ്മൾ എഴുതിയെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കി ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഷൂട്ടിംഗിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ടെക്നീഷ്യൻസിന്റെ വരെ പേര്, ലൈക് ഫ്രം ഡയറക്ടർ, പ്രൊഡ്യൂസർ മുതൽ ലാസ്റ്റ് നെയിം വരെ അവരുടെ കൊടുത്ത്, അവരുടെ അപ്രൂവൽ കൊടുത്ത്, അവരുടെ ഡീറ്റെയിൽസ് മൊത്തം എടുത്ത്, അവരുടെ ശരിക്കും പറഞ്ഞാൽ ആൻസിസ്റ്റേഴ്സിന്റെ വരെ പേര് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് ഫൈനലി ഷൂട്ടിംഗ് അപ്രൂവൽ കിട്ടുന്നത്. പിന്നെ ഒരു ദിവസം ഏത് ലൊക്കേഷനിലാണോ അതിനനുസരിച്ചുള്ള നമ്മൾ ഫീ പേയ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ്. ഇപ്പം ഇതെല്ലാം ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ സിനിമ എടുക്കുമ്പോൾ നമുക്ക് സുഖമാണ്, എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഇപ്പം ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം, നമുക്ക് ആ ലൊക്കേഷൻ എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ അതുപോലെയല്ല അബുദാബിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഫിലിമിൽ ലൊക്കേഷൻ ഐ മീൻ മീഡിയ കൾച്ചർ സെന്റർ അറിയാതെ പോലും കുറെ ചുറ്റിയിട്ടുണ്ട്. അത് തന്നെ ഏകദേശം ഒരു 10 ദിവസത്തോളം അന്വേഷിച്ചിട്ടൊക്കെയാണ് എവിടെയാണ് ഇത് സ്ക്രിപ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞ് ഇപ്പം ഇത് ഞാനിപ്പോൾ സെക്കൻഡ് മൂവി എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എനിക്ക് എളുപ്പമാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് അതിന് ശേഷം നമ്മൾ ഫിലിം ഷൂട്ട് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ ഞാൻ വേറെ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ കുറച്ച് ടെക്നീഷ്യൻസ് തന്നെ പറഞ്ഞു തന്നു, ഇത് എടുത്തറിയാൻ പറ്റുന്ന കല്ലൊക്കെ ആവശ്യത്തിലധികം എന്നെ അറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാല്, ഒരിടത്ത് പറയുന്നുണ്ട് ഏതൊരു വേള ആള് പബ്ലിസിറ്റി തന്ന പോലെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞെന്താ, പുള്ളിയുടെ ബ്ലോഗിലെ വീഡിയോ ചർച്ചയിലൂടെ പറഞ്ഞെന്താന്നുണ്ടെങ്കില്, ഈ സിനിമ എടുത്തിട്ട് 2 കോടി കളഞ്ഞു. ഈ സിനിമ എടുക്കുമ്പോൾ 2 കോടി എങ്ങനെയാ കളയുന്നത്? ഒരു വേസ്റ്റ് ബിൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് 2 കോടി ഇടുകയാണ്, അല്ല ചാരിറ്റി കൊടുത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്റെ സിനിമയിൽ ഏകദേശം 150ഓളം ഞാനിപ്പം ബിസിനസ്സിൽ കളുണ്ട് സ്റ്റാഫ് എന്ന് പറയും, 150ഓളം ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ് മുതൽ എല്ലാവരും വർക്ക് ചെയ്ത്. ഈ 150 പേരുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ 4 പേരെങ്കിലും കാണുമല്ലോ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഏകദേശം 600ഓളം ഉള്ള മെമ്പേഴ്സ്, ഇവർക്കൊക്കെ ശമ്പളം കിട്ടിയത് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആയാലും എന്താണോ, നമുക്ക് ഇപ്പോൾ 15 days വർക്ക് ചെയ്തവരുണ്ടാവും, 30 days വർക്ക് ചെയ്തവരുണ്ടാവും.
ഇവർക്കെല്ലാം കിട്ടിയത് എവിടെ നിന്നാണ്? ശ്രീലങ്കൻ സുന്ദരി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് ശമ്പളം കിട്ടുന്നത്. എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞ ഒരു ക്ലിപ്പ്, അതായത് നമ്മൾ ഓരോ ഷോട്ടും കഴിയുമ്പോൾ ക്ലിപ്പ് എഴുതണം, ക്ലിപ്പ് നമ്പർ എഴുതണം. ക്ലിപ്പ് നമ്പർ എഴുതാനായിട്ട് ഒരാൾ വേണം. സിനിമയിലുള്ള കാര്യമാണ് കേട്ടോ, ചിരിച്ചു മരിക്കും. അപ്പൊ ആ ഒരാൾക്ക് ആകെയല്ല ക്ലിപ്പ് നമ്പർ എഴുതുക. അപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അത് ഓക്കെ ഷോട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ ക്ലിപ്പ് നമ്പർ എഴുതുള്ളൂ. ഈ ഒരാള് 12 ദിവസം വർക്ക് ചെയ്തപ്പോൾ കൊടുത്ത എമൗണ്ട് ഞാൻ പറയാം 35,000 റുപ്പീസാണ്. അപ്പൊ ഇയാളുടെ ഫാമിലിയിൽ കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്, അച്ഛനമ്മയൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പോലും ഒരു ക്ലിപ്പ് നമ്പർ എഴുതുന്നതിന് മേടിക്കുന്നത് നമ്മുടെ ഇവിടെ ഹാർഡ് വർക്കേഴ്സായ കൂലിപ്പണിക്കാർക്ക് 800 മുതൽ 1000 രൂപയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് 12 ദിവസം വർക്ക് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം ഇതാണ്. ഈ പൈസ അവരുടെ വീട്ടിലേക്കാണ് ചെലവാക്കിയത്. പിന്നെ എങ്ങനെയാണ്? അപ്പൊ ഇതൊരു ചാരിറ്റി അല്ലേ? 1000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 12,000 മതി. പക്ഷെ നമ്മളിത് ഇരട്ടിയെ കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു ചാരിറ്റി അല്ലേ? നമ്മൾ അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്ത ചാരിറ്റി അല്ലേ? അപ്പൊ ഇത് ഓരോരുത്തരും ചിന്തിക്കണം. ഞാനൊരു സദസ്സ്, അപ്പോൾ ഓരോ ടെക്നീഷ്യൻസും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ പൈസ ലൈക്ക് ശമ്പളമായിട്ട് കൊണ്ടുപോയത് വെച്ചിട്ടാണ് ആ കുടുംബത്തിലുള്ളവരുടെ പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ചാരിറ്റി തന്നെയാണ്. അപ്പൊ 2 കോടി കൊണ്ടുവന്ന് ഡസ്റ്റ്ബിനിലല്ല ഇട്ടത്, മനുഷ്യർക്കാണ് കൊടുത്തിരിക്കുന്നത്, ജോലി ചെയ്തവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞു വന്നത്, ഇതെല്ലാം ചെയ്തിട്ടും ഒരു ടെക്നീഷ്യൻസ്, പകുതിയോളം ടെക്നീഷ്യൻസും നമ്മുടെ കൂടെ ഉണ്ടായില്ല സഹായിക്കാൻ. അപ്പൊ പറ്റാവുന്നിടത്തു നിന്നൊക്കെ ചെറിയത് മുതൽ വലിയ കല്ലുകൾ എടുത്ത്, റോക്സ് ഒക്കെ എടുത്തിട്ട് എന്റെ പുറത്ത് എറിയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന 50 അതിൽ 1-2 അവാർഡ്സിന് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കിപ്പോ എന്നെ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, അവർ സിനിമ കണ്ടതിന് ശേഷം അതിന്റെ തൃപ്തി കൊണ്ട് നമുക്ക് അവാർഡ് തന്നിട്ടുണ്ട്. പ്രേംനസീർ അവാർഡ് കിട്ടി, അതുപോലെ സത്യജിത് റായ് അവാർഡ് കിട്ടി, പലതിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് പേര്, നമുക്കൊരു 100 പേരെ എടുത്താൽ 50 പേര് നമ്മളെ കേരളത്തിൽ കുറച്ച് പേര് അംഗീകരിക്കും, കുറെ പേര് അംഗീകരിക്കില്ല. പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ടത് അതാണ്. ഞാൻ എന്റെ വിസ കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെയെങ്കിലും ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആലോചിക്കാം, ദുബായല്ല, ഞാൻ അബുദാബിയിലെ. അപ്പോൾ ഗവൺമെന്റ് എന്റെ ഡോക്യുമെന്റ്സ് ചോദിച്ചു, ഞാൻ ഡോക്യുമെന്റ്സ് കൊടുത്തു. എനിക്ക് അബുദാബി ഗവൺമെന്റ് വിത്തിൻ 3 ഡേയ്സ് എനിക്ക് കൺഗ്രാറ്റുലേഷൻ എന്നൊരു മെയിൽ അയച്ചു. അതിൽ പറഞ്ഞേക്കുന്നത് ഞാനാണ് ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് അബുദാബി എന്ന് പറഞ്ഞ് എനിക്ക് ഗോൾഡൻ വിസ എനിക്ക് ഇങ്ങോട്ട് അവാർഡ് ചെയ്തു. സോറിയാണ്, എനിക്ക് മില്യൺസിന്റെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല, മില്യൺസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുട്ടി പറഞ്ഞത്, എത്ര എന്നോട് ചോദിച്ചു ഗോൾഡൻ വിസ കിട്ടാൻ എന്താണ് മാർഗമെന്ന് സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴും എനിക്ക് ഈ മില്യൺസ് വെക്കണ കാര്യമൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയിട്ട് 2-3 മാസമായി. പക്ഷെ ഞാനതൊരു പബ്ലിസിറ്റി കൊടുക്കുകയോ അത് സോഷ്യൽ മീഡിയയിൽ കാണിച്ച് അതിനെക്കുറിച്ചൊരു എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എനിക്ക് മറ്റ് ആർട്ടിസ്റ്റുകളോ വലിയ ആൾക്കാരൊക്കെ വന്നൊന്നും തരിക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് ഗവൺമെന്റ് ഡയറക്റ്റ് എന്നെ വിളിച്ചു, എനിക്ക് തന്നു. ഞാനതൊരു ഫോട്ടോ പോലും എടുക്കാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്ത് തരാം, കാണിച്ചു തരാം. അപ്പൊ ഗോൾഡൻ വിസ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന സിനിമ എടുത്തതുകൊണ്ട്, ഒരു ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് അബുദാബി എന്നെ അവാർഡ് ചെയ്തത്. ഇതാണ് ഗോൾഡൻ വിസ നൽകിക്കൊണ്ടാണ് എനിക്ക് നല്ലൊരു അവാർഡ് എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കൂടെ പോരും. ഓക്കെ, ബൈ ബൈ.